നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിൽ വലുത് എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ഒപ്പോസിഷൻ വളരെ ശക്തരാണ്. നമ്മുടെ സ്വപ്നങ്ങൾ വളരെ വലുതാണ്. രോഗം വളരെ മോശമായ അവസ്ഥയിലാണ് എന്നിങ്ങനെ പലതും. ഇത്തരം സാഹചര്യങ്ങളിൽ ദുർബലമായ ചിന്താഗതിയോടെ ഭയന്ന് പിന്മാറുന്നവരാണ് നമ്മളിൽ പലരും. എനിക്കിത് സാധിക്കുകയില്ല, എനിക്കിതിന് കഴിവില്ല എന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ പവർഫുള്ളായാണ് എന്നതാണ്. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഈ ശക്തിയെ നമ്മൾ തിരിച്ചറിയുമോ എന്നുള്ളത്. തീർച്ചയായും എനിക്കിതിനെ മറികടക്കാൻ സാധിക്കും, എനിക്കെൻ്റെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ സാധിക്കും, ഈ ക്യാൻസറിനെ തോൽപ്പിക്കാൻ എനിക്ക് സാധിക്കും, ഈ അഡിക്ഷൻ എനിക്ക് മറികടക്കാൻ കഴിയും എന്ന പോലെയുള്ള മനോഭാവം എനിക്കുണ്ടാകണം. നെഗറ്റീവായ ചിന്തകളെ മറികടക്കാൻ നമുക്ക് സാധിക്കണം. ഈ സ്വപ്നങ്ങൾ എനിക്ക് എത്താൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്, എനിക്ക് വേണ്ട കണക്ഷൻസ് ഒന്നുമില്ല എന്ന ചിന്തകളെ കീഴടക്കാൻ നമുക്ക് സാധിക്കണം. പകരമായി പുതിയ മനോഭാവം കൊണ്ടുവരാം. നമ്മുടെ പ്രതിസന്ധികൾ വലുതായിരിക്കാം, എന്നാൽ ദൈവം ഇവയെ മറികടക്കാനുള്ള ശക്തി എനിക്ക് തന്നിട്ടുണ്ട്. അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ ഇവയെ മറികടക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വാസത്തോടെ പറയാം. നമ്മുടെ ശക്തി വരുന്നത് നമ്മുടെ കഴിവിൽ നിന്ന് മാത്രമല്ല. നമ്മുടെ കഴിവ്, വിൽ പവർ, ലക്ഷ്യബോധം അവയെല്ലാം നല്ലതാണ്. എന്നാൽ നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം സാധിക്കാതെ വരുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ബലം പകരുന്നത് ദൈവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിജയം ആരംഭിക്കുന്നത് നമ്മുടെ മനസ്സുകളിലാണ്. പരിമിതമായി ചിന്തിച്ച ശേഷം ശക്തരായി അനുഭവപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. ഭയപ്പെടുത്തുന്ന ചിന്തകളിൽ മുഴുകിയ ശേഷം ധൈര്യം അനുഭവപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ചിന്താഗതി ദൈവം നമുക്ക് തന്നിട്ടുള്ള ശക്തിയെ പ്രകടമാക്കുന്നതിന് തടസ്സമാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. തെറ്റായ മൈൻഡ് സെറ്റ് നമുക്ക് സ്വന്തമായ വിജയത്തിന് തടസ്സമുണ്ടാക്കാം. അതുകൊണ്ട് നമ്മളെ തന്നെ പവർ തോട്ട്സ് കൊണ്ട് നിറയ്ക്കാം. ഞാൻ ശക്തനാണ്, എനിക്കതിനായുള്ള കഴിവുണ്ട്, ഈ പ്രതിസന്ധിക്ക് എന്നെ പിന്നോട്ട് വലിക്കാൻ സാധിക്കുകയില്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്, അതിനാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല എന്നെല്ലാം ചിന്തിക്കാൻ, വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പവർഫുള്ളൊന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനാണ് എന്നെല്ലാം നമ്മൾ ചിന്തിച്ചേക്കാം. നമ്മൾ കടന്നുപോയ ചില പ്രതിസന്ധികൾക്ക് നമ്മെ തകർക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോഴും നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ശക്തരാണ് എന്നതാണ് സത്യം. എന്നാൽ നിങ്ങളത് ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ല എന്നത് ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ തളർന്നപ്പോൾ ദൈവം ശക്തി പകർന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് സാധിച്ചതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ചിലപ്പോൾ നമ്മുടെ കഴിവിന് അതീതമായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മോട് ആവശ്യപ്പെട്ടേക്കാം. നമുക്ക് സ്വയം നേടാൻ സാധിക്കാത്ത പല സ്വപ്നങ്ങളും നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചേക്കാം. അതിനുവേണ്ട റിസോഴ്സസോ ട്രെയിനിങ്ങോ കണക്ഷൻസോ നമുക്ക് ഉണ്ടാകണമെന്നില്ല. എന്നാൽ നമുക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലെങ്കിൽ ആ ഒരു പ്രചോദനം നമുക്കുണ്ടാകുമായിരുന്നില്ല. അപ്പോഴാണ് ശരിയായ മൈൻഡ് സെറ്റ് പ്രാധാന്യമർഹിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ അനുഭവം പങ്കുവച്ചു. അദ്ദേഹം ഒരു അഡിക്ഷൻ കാരണം വളരെയധികം വിഷമിച്ചു. പലതവണ റീഹാബിലിറ്റേഷനിൽ പോയി, സപ്പോർട്ട് ഗ്രൂപ്പുകളുടെ സഹായം തേടി. എന്നാൽ വിജയിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ അയാൾ പലപ്പോഴും സംസാരിച്ചിരുന്നത് തൻ്റെ അഡിക്ഷൻ എത്ര ശക്തമാണ് എന്നുള്ളതാണ്. തനിക്കതിനുള്ള വിൽ പവർ ഇല്ല എന്ന് അയാൾ നിരന്തരം പറയുമായിരുന്നു. കുറ്റബോധവും നിരാശയും നിറഞ്ഞ ചിന്തകൾ അയാളെ അസഹ്യപ്പെടുത്തി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എതിരാളികളെ അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ എത്രയധികം ശക്തരായി കാണുന്നുവോ അത്രയധികം ബലഹീനരായി നമുക്ക് സ്വയം അനുഭവപ്പെടുമെന്നത്. പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം എനിക്ക് തന്നിട്ടുള്ള കഴിവുകൾ എൻ്റെ ചുറ്റുമുള്ള പ്രതിസന്ധികളേക്കാൾ വലുതാണ് എന്ന്. അങ്ങനെ സാവധാനം ഈ വ്യക്തി തൻ്റെ മനോഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ആരംഭിച്ചു. ഈ ഒരു അഡിക്ഷനെ വലുതായി കാണുന്നതിനു പകരം തൻ്റെ ഉള്ളിലുള്ള ശക്തിയെ അയാൾ തിരിച്ചറിയാൻ ആരംഭിച്ചു. എന്നാൽ ചിന്തകൾ പറഞ്ഞു,
നീ ഇത് വെറുതെ ആഗ്രഹിക്കുന്നതാണ്. അത് നിന്റെ വെറുതെയുള്ള പ്രതീക്ഷയാണ്. നീ ബലഹീനനാണ്, നിനക്കത് സാധിക്കുകയില്ല. എന്നാൽ അയാൾ പറയാൻ തുടങ്ങി, ഇല്ല, എനിക്കിത് സാധിക്കും. ദൈവം എനിക്കതിന് ശക്തി തരും. ഞാൻ ഈ പ്രതിസന്ധിയെ മറികടക്കും എന്നെല്ലാം. ഇപ്പോൾ ഈ വ്യക്തി തൻ്റെ ഈ അഡിക്ഷൻ മറികടന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അവ മറികടക്കാൻ സഹായിക്കുന്നു എന്നുള്ളതുമാണ്. ഒരു 10 വയസ്സുകാരൻ കുട്ടിയുണ്ടായിരുന്നു. അവനെ നിരന്തരം കളിയാക്കിയിരുന്ന, ശല്യം ചെയ്തിരുന്ന, വലുപ്പത്തിൽ വലിയ മറ്റൊരു കുട്ടിയുമുണ്ടായിരുന്നു. സർവ്വധൈര്യമെടുത്ത് തന്നെ കളിയാക്കിയിരുന്ന ഈ കുട്ടിയെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. ഒരിക്കലൊരു ക്രിസ്മസിന് തൻ്റെ അച്ഛൻ സമ്മാനമായി വാങ്ങിക്കൊടുത്ത ടെലസ്കോപ്പുമായി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഈ കുട്ടി ടെലസ്കോപ്പിനെ ശരിയായ രീതിയിലല്ല പിടിച്ചിരിക്കുന്നതെന്ന് അച്ഛൻ ശ്രദ്ധിച്ചു. വലിപ്പം കൂടുതൽ തോന്നുന്ന ഭാഗം അവൻ തിരിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. നീ അത് ശരിയായി അല്ല പിടിച്ചിരിക്കുന്നത്. അത് തിരിച്ചു പിടിച്ചാൽ എല്ലാ കാര്യങ്ങളും വലുതായി കാണാൻ നിനക്ക് സാധിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. അതെനിക്കറിയാം. ഞാനതിനെ മനഃപൂർവ്വം തിരിച്ചു പിടിച്ചതാണ്, എന്നെ കളിയാക്കുന്ന ആ കുട്ടിയെ ചെറുതായി കാണുന്നതിനായി. ഇപ്പോൾ അവനെ കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നില്ല എന്നതായിരുന്നു അവൻ്റെ മറുപടി. നമ്മളും ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിലെ ടെലസ്കോപ്പിനെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. കുറേ നാളുകളായി വലുതായി കാണുന്ന നമ്മുടെ പ്രതിസന്ധികളെ നിസ്സാരങ്ങളായി കാണുന്നതിനായി. നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും വലുതായി കണ്ടാൽ ഇത് സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ദൈവം നമ്മളെ വളരെ ശക്തരായാണ് സൃഷ്ടിച്ചത്. ചോദ്യം ഇതാണ്, നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. അതുകൊണ്ട് ടെലസ്കോപ്പിനെ തിരിച്ചു പിടിച്ച് നമ്മുടെ വലുപ്പം നമുക്ക് തിരിച്ചറിയാം. നെഗറ്റീവായ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ധൈര്യമായി പറയാം, നോ താങ്ക്സ്, ഞാൻ ആരാണെന്ന് എനിക്കറിയാമെന്ന്. ഞാൻ ദൈവത്തിന്റെ സഹായത്താൽ ശക്തനാണെന്ന്.